നമ്മൾ തുടർന്നും we are continuing with the consequences of rejection. തിരസ്കരണത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. We are continuing that. നാം അതിനെ തുടർമാനമായി കാണുകയാണ്. Okay, now the other consequences of rejection. തിരസ്കരണത്തിൻ്റെ മറ്റ് ചില മേഖലകൾ, മറ്റ് ചില കാരണങ്ങൾ നമ്മൾ കാണുകയാണ്. Mental illness. തിരസ്കരണം മൂലമുണ്ടാകുന്ന അതിൻ്റെ അനന്തരഫലങ്ങളാണ് മാനസിക രോഗങ്ങൾ. Difficulty in loving. സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ. Loving others. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ. And loving oneself also. സ്വയമായിട്ട് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ. And hatred towards everybody. എല്ലാ വ്യക്തികളോടും ഒരു വെറുപ്പ്. Then hatred towards men or women. പുരുഷന്മാരോട് വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ സ്ത്രീകളോട് വെറുപ്പ് തോന്നുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ. Then exploitation. We are exploiting other people in order to gain something. മറ്റ് വ്യക്തികളെ ചൂഷണം ചെയ്യുക, അവരെ ഉപയോഗിക്കുക. Greed. അത്യധികമായ അത്യാഗ്രഹം. Then envy. അസൂയ തോന്നുക. Judging others and finding fault with them. മറ്റുള്ളവരെ വിധിക്കുക, അവരിൽ കുറ്റം കണ്ടെത്തുക. Lying. കള്ളം പറയുക. Is without any reason we see other people lying. ഒരു കാര്യവുമില്ലാതെ തന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ കള്ളം പറയുക. Simple lying. വെറുതെ കളവ് പറയുക. And guilty feeling. കുറ്റബോധം. See, guilt, God never gives you guilt. ദൈവം ഒരിക്കലും കുറ്റബോധം നിങ്ങൾക്ക് തരത്തില്ല. It is the product of Satan. അത് പിശാച് നിങ്ങളുടെ ബുദ്ധിയിൽ തരുന്ന കാര്യമാണ്. When you sin, God gives you sin conscience. നിങ്ങൾ പാപം ചെയ്താൽ ദൈവം നിങ്ങൾക്ക് പാപബോധം തരും, പരിശുദ്ധാത്മാവ്. Guilt, God never gives you guilt. ദൈവം ഒരിക്കലും കുറ്റബോധമല്ല തരുന്നത്. When God gives you sin conscience, പാപത്തെക്കുറിച്ചുള്ള ബോധം തരുമ്പോൾ receive that. അതിനെ സ്വീകരിച്ച് Confess your sin. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് Go back to your old position as the righteous. നിങ്ങൾ നീതിമാൻ എന്ന ആ പദവിയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. That is what you should do. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. Instead, if you continue in that guilt, which Satan gives, എന്നാൽ പിശാച് തരുന്ന ആ കുറ്റബോധത്തിൽ തന്നെ നിങ്ങൾ തുടർമാനമായി തുടർന്നാൽ it can bring mental illness. അത് മാനസികമായ പല രോഗങ്ങൾക്കും കാരണമായി തീരും. Many types of sickness result in guilt. Result from guilt. കുറ്റബോധം മൂലം പല തരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമായി തീരും. Okay. Then pessimism. അശുഭാപ്തി വിശ്വാസമുള്ളവൾ ശുഭമായി ഒന്നും ചിന്തിക്കത്തില്ല. Always thinking in the negative light. എല്ലായ്പ്പോഴും തെറ്റ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. And don't believe in a bright future. ഒരിക്കലും നല്ല ഭാവി ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ കഴിയത്തില്ല. Always think in the negative way. എല്ലായ്പ്പോഴും അതിനെ നെഗറ്റീവായിട്ടായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. Then protesting attitude. Whatever you say, they have something to protest. എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അതിനെ എതിർക്കുന്ന ഒരു മനോഭാവം. Violence. ആക്രമണ സ്വഭാവം. Then doubting the spouse. ജീവിത പങ്കാളിയെ സംശയിക്കുന്ന അസുഖം. See, I have heard one story about it. I have read one story. ഞാൻ ഒരു കഥ വായിച്ചത് ഇങ്ങനെയാണ്. It's an experience of a
Christian counselor. ഒരു ക്രിസ്തീയ കൗൺസിലറിൻ്റെ ഒരു ജീവിതത്തിലുണ്ടായ കാര്യമാണ്. See, that person, the couple came for counseling. ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. And the problem was that the lady has the the lady has the doubt. The man has the doubt about the wife. ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് എപ്പോഴും സംശയമാണ്. And he knew that the wife is very faithful. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശ്വസ്തയാണെന്നും അറിയാം. But still in his heart he has doubt. എന്നാൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഭാര്യയെക്കുറിച്ച് സംശയമുണ്ടാകുന്നു. When the counselor asked him, ആ കൗൺസിലർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ he confessed that his mother was unfaithful towards his father. ആ കൗൺസിലർ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ അപ്പനോട് അവിശ്വസ്തതയുണ്ടായിരുന്നു. Many times when he had come from the school, he has seen this unfaithfulness of his mother. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അപ്പനോട് അവിശ്വസ്തത കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണാൽ കണ്ടിട്ടുണ്ട്. So it was a pain in his heart. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വലിയ വേദനയായി. And this gave him the belief that every woman will behave like this, will be unfaithful towards husbands. ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൊടുത്തത് എല്ലാ സ്ത്രീകളും ഇതുപോലെ അവിശ്വസ്തത കാണിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കുവാനായിട്ട്. This is the consequence of the rejection he experienced. അദ്ദേഹം അനുഭവിച്ച ആ തിരസ്കരണത്തിന് അനന്തരഫലമായാണ് അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടായത്. And the counselor gave him the solution, forgive your mother. ആ കൗൺസിലർ അദ്ദേഹത്തിന് അതിനുള്ള പരിഹാര മാർഗം നിർദ്ദേശിച്ചു കൊടുത്തത് അമ്മയോട് പൂർണ്ണമായി ക്ഷമിക്കുക എന്നുള്ളത്. And when he forgave his mother, that doubting nature also went with that forgiveness. അദ്ദേഹം തൻ്റെ അമ്മയോട് പൂർണ്ണമായി ക്ഷമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സംശയിക്കുന്ന രോഗത്തിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായി വിടുവിക്കപ്പെട്ടു. So doubting your spouse, the root is in the rejection consequences, or the root is in the rejection. ജീവിത പങ്കാളികളെ സംശയിക്കുന്നതിൻ്റെ പിമ്പിലുള്ള കാരണം നമ്മുടെ തിരസ്കരണത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ ഒന്നാണത്. Then suicidal tendency, ആത്മഹത്യാ പ്രവണത, laziness, മടിയുണ്ടാകുക, inactivity, നിഷ്ക്രിയരായിരിക്കുക, worry, anxiety. ചിന്താഭാരം. That we will learn little more in little more detail. നമ്മളതിനെക്കുറിച്ച് later on. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് അല്പം അധികമായി ചിന്തിക്കും. Frustration, അപജയബോധം, മോഹഭംഗം, hopelessness, പ്രത്യാശയില്ലാത്ത അവസ്ഥ, low or no self-worth, സ്വയം മൂല്യം ഇല്ലാത്ത അവസ്ഥ, self-blaming or finding fault with oneself. സ്വയം കുറ്റം കണ്ടെത്തുക. For everything, എല്ലാത്തിനും, even for the actions of others, you find fault in yourself. മറ്റു വ്യക്തികളുടെ തെറ്റുകൊണ്ടുണ്ടായ കാര്യമാണെങ്കിലും സ്വയമായിട്ട് കുറ്റം ഏറ്റെടുക്കുന്ന അവസ്ഥ. Depression, നിരാശ, inferiority complex, അപകർഷതാബോധം, impatience, അക്ഷമ, timid, ഭീരുത്വം, lust, every type of lust, എല്ലാത്തരം മോഹങ്ങളും, materialism, ഭൗതിക താല്പര്യം, revenge, പ്രതികാരം, suspicion,
സംശയ മനോഭാവം, insecurity, സുരക്ഷിത ബോധമില്ലായ്മ, rejecting comfort, ആശ്വാസം തിരസ്കരിക്കുക, hearing voices, ശബ്ദങ്ങൾ കേൾക്കുക ചെവിക്കകത്ത്, hatred, വെറുപ്പുണ്ടാവുക, nightmares, രാത്രിയിലെ സ്വപ്നങ്ങൾ കാണുക, ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ, loneliness, ഏകാന്തത, self-pity. സ്വയം സഹതാപം. What is this self-pity? എന്താണ് ഈ സ്വയം സഹതാപം എന്ന് പറഞ്ഞാൽ? Poor me. ഞാൻ വളരെ പാവമായ വ്യക്തി, Why did this happen to me? എനിക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്? I don't deserve this. എനിക്കിത് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമല്ലായിരുന്നു. See, this is self-pity. ഇതാണ് സ്വയം അയ്യോഭാവം. See, I have found that in my counseling life, I have found that it's very difficult to uplift a person or counsel a person if that person has self-pity. സ്വയം സഹതാപമുള്ള വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ എൻ്റെ കൗൺസിലിംഗ് ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. So if you have self-pity, സ്വയം സഹതാപമുള്ള വ്യക്തിത്വമാണെങ്കിൽ നിങ്ങൾക്ക് you have to get out of it. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിന്ന് പുറത്തു വരണം. Because you won't be able to come out of it. കാരണം നിങ്ങൾക്ക് അതിൽ You won't be able to grow in your spiritual, mental and physical life. നിങ്ങളുടെ ആത്മികമായ, മാനസികമായ, ശാരീരികമായ ജീവിതത്തിൻ്റെ വളർച്ചയെ തടയുന്ന കാര്യമാണ്. Then because of this this rejection, your behavior will be affected. So we are going to see the behavioral areas. നമ്മുടെ സ്വഭാവത്തിനകത്ത് വരുന്ന മാറ്റങ്ങളാണ് നാം ഇനി കാണാൻ പോകുന്നത്. Murderous behavior, കൊലപാതക സ്വഭാവം, cruelty, ക്രൂരത കാണിക്കുക, argument, തർക്കവാസന, quarreling, വഴക്കിടുക, criticism or teasing, വിമർശിക്കുക, കളിയാക്കുക, gossip. പരദൂഷണം പറയുക. What is gossip? Ladies, you know gossip? പരദൂഷണം പറയുന്ന കാര്യം സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. Men are better than women in gossiping. I have found out that. ആണുങ്ങൾ പരദൂഷണം പറയുന്നത് കുറവാണ്. Better than women. See, I was a gossiper before coming to Lord. ഞാൻ കർത്താവിൽ വരുന്നതിന് മുമ്പ് ഞാൻ വലിയ ഒരു പരദൂഷണക്കാരിയായിരുന്നു. And yes, it's the truth. And in Proverbs it says it's like a trifle, pudding. It goes into your stomach like a trifle. Means pudding. വയറിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്ന ഒരു പുഡിങ് പോലെ അത് ഗോസിപ്പ്. Isn't it? It's very sweet. ഒരു മധുരമുള്ള സാധനം ഇറങ്ങി പോകുന്ന പോലെ. It's very sweet. I used to enjoy it. But God stopped it. എന്നാൽ ദൈവം അത് നിർത്തലാക്കി എൻ്റെ ജീവിതത്തിൽ. Then unsubmissive. വിധേയപ്പെടാതിരിക്കുക. See, we will have a detailed teaching about submission later on. Then you will understand. വിധേയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഒരു വലിയ ക്ലാസ് കാണും. Deceitful. വഞ്ചിക്കുക. Disobedience. അനുസരണക്കേട്. Disobedience to whom? അനുസരണക്കേട് ആരോടാണ്? Not your subordinates, not to your subordinates, but to your authorities. നിങ്ങളുടെ അധികാരസ്ഥരോട് എതിരായിട്ടാണ് നിങ്ങൾക്ക് അനുസരണക്കേട് വരുന്നത്. താഴെയുള്ളവരോടല്ല. Always. എല്ലായ്പ്പോഴും. Okay. False humility.
കള്ളത്താഴ്മ, pride, arrogance, self-promotion, അഹങ്കാരം, ധിക്കാരം, സ്വയം ഉയർത്തുക, self-justification. സ്വയം നീതീകരണം. Have you got self-justification? നിങ്ങൾക്ക് സ്വയം നീതീകരണ സ്വഭാവം ഉണ്ടോ? If you have self-justification, when you come for counseling, please leave it and come. Otherwise, you won't, any counsel won't help you. നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ സ്വയം നീതീകരണ സ്വഭാവത്തെ വിട്ടുകളഞ്ഞിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ ഒരു കൗൺസിലിനും നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. Because you will be justifying yourself all the time. നിങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങളെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. Then stubbornness, നിർബന്ധ ബുദ്ധി, kleptomania. അത് മാനസികമായ ഒരു രോഗമാണ്. മോഷ്ടിക്കുക, അതായത് ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ മാനസിക രോഗം മൂലമുള്ള മോഷണം. It does not, it is not, you are, it's not robbery. Because you don't need anything. അതാ മോഷണ It's for the സ്വഭാവം. happiness of your heart, you take something from the other person without his knowledge. മറ്റ് വ്യക്തി അറിയാതെ ആ വ്യക്തി ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ എടുക്കുക, അത് അതിൻ്റെ ആവശ്യമുണ്ടായിട്ടല്ല, അതൊരു സ്വഭാവത്തിൻ്റെ ദൂഷ്യം കൊണ്ടാണ്. When I was in my boarding school, there was a girl, a daughter of a millionaire. What she used to take our toothbrush. ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. വലിയ പണമുള്ള വീട്ടിലെ ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ഞങ്ങളുടെ ടൂത്ത് ബ്രഷ് മോഷ്ടിക്കുമായിരുന്നു. So at last we used to tie our name, tie tag with our name. So every morning when we get up, we go to her room and collect our toothbrushes. എല്ലാ രാവിലെയും ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ അവളെ മുറിയിൽ പോയിട്ട് അവളുടെ അടുത്ത് ഇരിക്കുന്ന ഞങ്ങളുടെ ടൂത്ത് ബ്രഷ് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതിനകത്ത് പേരെഴുതി വയ്ക്കുമായിരുന്നു. So that is kleptomania. അതാണ് ക്ലെപ്റ്റോമാനിയ. It's a mental disease. അതൊരു മാനസിക രോഗമാണ്. Then murder. കൊലപാതകം. Using bad language. ചീത്ത പറയുക. Then defense. Defiance. ധിക്കാരം. റെസിസ്റ്റിംഗ്. Competitive spirit. മത്സര മനോഭാവം. Perfectionism. പൂർണ്ണതാവാദം. What is perfectionism? എന്താ പൂർണ്ണതാവാദത്തിൻ്റെ അർത്ഥം? See, if I am a perfectionist, if you come to my house, you will understand my standard, because everything will be in its place. Everything, not even one teaspoon will be out of place. നിങ്ങൾ എൻ്റെ വീട് സന്ദർശിച്ചാൽ, അല്ലെങ്കിൽ പൂർണ്ണതാവാദ സ്വഭാവമുള്ള ഒരു വ്യക്തിയുടെ വീട് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ വീട്ടിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ക്രമമായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ഒരു സാധനം പോലും അസ്ഥാനത്തായിട്ട് വെക്കത്തില്ല. And everything will be neat and clean. എല്ലാം വളരെ വൃത്തിയായും വെടിപ്പായും വെച്ചിരിക്കും. It's a good nature. Everybody should have it. അതെല്ലാവർക്കും നല്ലൊരു സ്വഭാവമാണ്. അതെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സ്വഭാവം കൂടിയാണ്. But it can become a mental problem. എന്നാൽ ഒരു മാനസിക രോഗമായി പരിണമിക്കുവാനുള്ള സാധ്യതയുള്ളതാണ്. When the other person's imperfectionism affects my mental peace, it has become a mental disease. എന്നാൽ മറ്റ് വ്യക്തികളുടെ അപൂർണത എൻ്റെ ഈ സ്വഭാവത്തെ ബാധിച്ചാൽ, എൻ്റെ മാനസിക സ്ഥിതിയെ അല്ലെങ്കിൽ സമാധാനത്തെ ബാധിച്ചാൽ അതെനിക്ക് മാനസിക രോഗമായി പരിണമിക്കും. See, till then it is okay. അതുവരെ അതിനൊരു പ്രശ്നമില്ല. See, if I go for my work, come back, I clean everything, keep everything in their place.
even if my husband comes and make everything dirty, if it does not affect my mental peace, it's okay. It's a good quality. ഞാൻ എല്ലാ കാര്യങ്ങളും വൃത്തിയായും വെടിപ്പായും വെച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം അതിനെല്ലാം അതിൻ്റെ സ്ഥിതിയെല്ലാം മാറ്റുന്നെങ്കിൽ അത് എന്നെ മാനസികമായിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പവുമില്ല. If I get irritated and if my mental peace is gone, then you need a counseling there. You need the treatment there. എന്നാൽ മറ്റു വ്യക്തികളുടെ പൂർണ്ണതയില്ലാത്ത സ്വഭാവം എൻ്റെ മാനസികമായ സമാധാനത്തെ ബാധിക്കുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. Understood? Amen. Okay, then cursing, swearing, ശപിക്കുക, ആണയിടുക, അങ്ങനെയുള്ള സ്വഭാവം. Alcoholism. Alcoholism. മദ്യപാനം. Smoking. This all we have seen. ഇതെല്ലാം നമ്മൾ കണ്ടത്, ബാഡ് ഹാബിറ്റ്സ് കണ്ടത്. Then there are some accident prone areas, that is trauma, death, miscarriage, accident. These kinds of things can affect your heart. It can give you wounds in your heart. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, മാനസിക ആഘാതങ്ങൾ, മരണം, ഗർഭഛിദ്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. It can break your heart. ഇത് നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാറുണ്ട്. Okay, I can give you a list of things which can break your heart. നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന പല വിഷയങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നാം പറയുകയാണ്. Abortion, ഗർഭഛിദ്രം, accidents, അപകടങ്ങൾ, bad news. മോശമായ വാർത്തകൾ. I'll give you one example also. Once a girl came to our school and she said after 5 or 6 years of married life she hasn't conceived. ഞങ്ങളുടെ സ്കൂളിൽ വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. വിവാഹത്തിന് ശേഷം 6 വർഷത്തിന് ശേഷം അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. So while talking to her, she said that while she was a small girl, somebody in the neighborhood committed suicide by hanging. അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവളുടെ സമീപത്തുണ്ടായിരുന്ന അവിടെ അയലത്തുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യം കാണുവാനിടയായി. And she when she heard about this, she was very anxious to see how this hanging, death by hanging. So she ran to that house and saw the person hanging. അവൾക്കത് എങ്ങനെയാണ് ഒരു വ്യക്തി തൂങ്ങി മരിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നതെന്ന് കാണുവാനുള്ള താല്പര്യമുണ്ട്. അവൾ വേഗത്തിൽ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു, ആ ദൃശ്യം കണ്ടു. Then she said that person was cremated in their land. ആ വ്യക്തിയെ അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് അതിനെ ദഹിപ്പിച്ചത്. When she saw that person hanging with the tongue out and that scene affected, she was really what do you say, it was a shock for her. ആ ദൃശ്യം, ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ ദൃശ്യം കണ്ടപ്പോൾ, ആ വ്യക്തിയെ കണ്ടപ്പോൾ അത് അവളുടെ ജീവിതത്തിനകത്ത് വലിയ ആഘാതം ഉണ്ടാക്കി. And when this person was cremated, she got that smell. എന്നിട്ട് ആ വ്യക്തിയെ ദഹിപ്പിക്കുന്ന ആ മണം അവളുടെ മൂക്കിലെത്തിയപ്പോൾ, and she said even now after so many years she can smell that, she gets that smell. വളരെ വർഷങ്ങൾക്ക് ശേഷം പോലെ ഇപ്പോഴും അവൾക്ക് ആ മൂക്കിൽ ആ മണം അടിക്കാറുണ്ട്. And it brings terror in her life. അത് അവളുടെ ജീവിതത്തിലേക്ക് ഭയം കൊണ്ടുവന്നു. So when she got
freedom from that fear, now she has 2 or 3 children. ആ ഭയത്തിൽ നിന്ന് അവൾക്ക് വിടുതൽ ലഭിച്ചതിന് ശേഷം അവൾക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകാനിടയായിത്തീർന്നു. So all this can affect our physical life also. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ശാരീരിക ജീവിതത്തെ പോലും ബാധിക്കാറുണ്ട്. Not just mental status, but also physical. നമ്മുടെ മാനസിക ആരോഗ്യത്തെ മാത്രമല്ല നമ്മുടെ ശാരീരിക ജീവിതത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. Okay. Helplessness. നിസ്സഹായാവസ്ഥ. Mental abuse. മാനസിക ചൂഷണം. Miscarriage. ഗർഭം അലസുക. Murder. Or attempting murder. കൊലപാതകമുള്ള ശ്രമം. Nightmares. രാത്രിയിലുണ്ടാകുന്ന ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ. Physical abuse. ശാരീരികമായ ചൂഷണം. Shocking scenes. ഞെട്ടിക്കുന്ന കാഴ്ചകൾ. Stillbirth. ചാപിള്ള. Suicide. ആത്മഹത്യാ ശ്രമം. Sudden death in the family. അവിചാരിതമായ മരണം. Job termination. തൊഴിൽ നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക. Violence. അക്രമം. Betrayal. ഒറ്റയ്ക്കൊടുക്കപ്പെടുക അല്ലെങ്കിൽ ചതി. Rape or any kind of sexual abuse. ബലാത്സംഗം അല്ലെങ്കിൽ ലൈംഗികമായ ചൂഷണം. Now we are going to see different kinds of fears. പലതരത്തിലുള്ള ഭയങ്ങൾ. I got fear. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയമുണ്ടോ? What is a solution for fear? ഭയത്തിനുള്ള പരിഹാരം എന്താ? Yes. Perfect love. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Okay. Fear of demons. പിശാചിനോടുള്ള ഭയം. Fear of thunder and lightning. ഇടിമിന്നലിനോടുള്ള ഭയം. Fear of death. മരണഭയം. Fear of darkness. ഇരുട്ടിനോടുള്ള ഭയം. Fear of men. മനുഷ്യരെ കുറിച്ചുള്ള ഭയം. മാനുഷിക ഭയം. Fear of man is a trap. കെണി. മാനുഷിക ഭയം ഒരു കെണിയാണ്. Or fear of audience. പ്രേക്ഷകരെ സമൂഹത്തെ കാണുമ്പോഴുള്ള ഭയം. Hereditary. പാരമ്പര്യമായത്. Hereditary fear. പാരമ്പര്യമായി വരുന്ന ഭയങ്ങൾ. Traveling in vehicles. വാഹനങ്ങൾ യാത്ര ചെയ്യുവാനുള്ള ഭയം. Then fear of insects. ക്ഷുദ്രജീവികളോടുള്ള ഭയം. Fear of snakes, that type of things. ഇഴജന്തുക്കളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പാമ്പ് പോലുള്ള ഇഴജന്തുക്കളെക്കുറിച്ചുള്ള ഭയം. Then what kind of fear you have? പിന്നെ മറ്റ് പല ഭയങ്ങളും ഇതുപോലുള്ള അനേക ഭയങ്ങളുണ്ട്. Stage fear. സഭാകമ്പം. Pets. വളർത്തു മൃഗങ്ങളെ കാണുമ്പോഴുള്ള ഭയം. Natural calamity. Fear of natural calamity. പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ള ഭയം. Then fear of that I am going to talk to you. It's called phobic fear. പലതരത്തിലുള്ള phobic fear. So what is the meaning of phobia? ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? Phobia means unnatural attitude towards something. ഏതെങ്കിലും കാര്യത്തിനോടുള്ള നമ്മുടെ പ്രതികരണമാണ്. Unnatural. അസാധാരണമായ. So phobic fear. So I am going to talk to you about phobic fear. There is something called phobic fear. ഫോബിക് ഫിയർ എന്ന് പറയുന്ന ഒരു മാനസിക അസുഖം.
Suppose you have cancer നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ചിന്തിക്കുക. and you got the cure also, and that part was cut, you got the treatment, now you are absolutely okay. ആ ക്യാൻസറുള്ള ഭാഗം എടുത്തു മാറ്റി ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി സൗഖ്യം വന്നു. What is in your mind? അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്ത എന്താണ് ഇപ്പോഴും? Suppose a small what do you call growth or something happens in your body. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില വളർച്ചകൾ. What is the first thought that will come to you? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ആദ്യ ചിന്ത എന്താണിത്? Again. വീണ്ടും. Isn't it? You think you have cancer again. നിങ്ങൾക്ക് ക്യാൻസർ വന്നതായിട്ട് ചിന്തിക്കും. Suppose you had uterus cancer. നിങ്ങൾക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉണ്ടായെന്ന് ചിന്തിക്കുക. And it is removed. അത് എടുത്തു കളഞ്ഞു. You have regular checkup. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അതിനെക്കുറിച്ചുള്ള ചെക്കപ്പ് നടത്താറുണ്ട്. And with uterus, your breast also doctors will check. നിങ്ങളുടെ ചെസ്റ്റും അതെല്ലാം പരിശോധിക്കും. And doctors say nothing wrong. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. Then you find one small pimple. ഒരു ചെറിയ കുരു വന്നാൽ gone. നിങ്ങളുടെ മാനസിക സ്വസ്ഥത നഷ്ടപ്പെട്ടു. Isn't it? For everything you attach cancer. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും ക്യാൻസറുമായിട്ട് ബന്ധിപ്പിച്ചാണ് പിന്നെ കാണുന്നത്. That is phobic fear. അതാണ് ഫോബിക് ഫിയർ എന്ന് പറയുന്നത്. You know, Job 3:25. What is written in Job 3:25? യോബിന്റെ പുസ്തകം 3:25 എഴുതിയിരിക്കുന്നത്. See, Job had a beautiful life. യോബിന് നല്ല ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. He had 10 children, 7 sons and 3 daughters. അവന് 10 മക്കളുണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും. And all were married. എല്ലാവരും വിവാഹിതരായിരുന്നു. All were in good position. എല്ലാവരും നല്ല സ്ഥാനത്തിലായിരുന്നു. Every week they had a real dinner party. എല്ലാ ആഴ്ചയിലും അവർക്ക് വലിയ ആഘോഷത്തോടുകൂടിയുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. Then everything was gone. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു. He lost everything. എല്ലാം നഷ്ടമായി തീർന്നു. And at the end, in 3:25, Job 3:25, he says, whatever I feared happened to me. ഞാൻ ഭയപ്പെട്ട തന്നെ എനിക്ക് സംഭവിച്ചു. What was his fearing? അവന്റെ ഭയം എന്തായിരുന്നു? See, he had a beautiful life. അവൻ നല്ല ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. Why he feared? What he feared? എന്തുകൊണ്ടാണ് അവൻ ഭയപ്പെട്ടത്? What was that he was fearing? എന്തിനെക്കുറിച്ചായിരുന്നു അവൻ ഭയപ്പെട്ടത്? He was afraid of something. What? He was afraid that he will lose everything. അവൻ ഭയപ്പെട്ടത് അവന് ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു. That happened. അത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. See, your thoughts have the power to attract the things into your life or into your spiritual realm. Whatever you are thinking, it can attract the same thing into your life. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. And so when you see that pimple, you start worrying. Is it cancer? Is it cancer? Is it cancer? At last, it will become cancer also. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദേഹത്ത് ഒരു ചെറിയ കുരു ഉണ്ടായാൽ അത് നിങ്ങൾ ക്യാൻസർ ആണെന്ന് ചിന്തിച്ച് തന്നെ അതിനെ ക്യാൻസർ ആക്കി മാറ്റും. See, that is the power of our thoughts. അതാണ് നമ്മുടെ ചിന്തയുടെ ശക്തി. See, we will teach you that also. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. So, phobic fear means once you had some problems in your life. ഫോബിക് ഫിയറിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലൊരു സംഭവം നടന്നു. But even years after it was solved, you have that fear in your life.
നിങ്ങൾ അത് പരിഹരിക്കപ്പെട്ടതിന് ശേഷം ദീർഘവർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് അതേ ഭയം തന്നെ തുടരുന്നു. When you continue in that phobic fear, you have something called ultimately it will lead to anxiety. അത് നിങ്ങൾക്ക് ഉത്കണ്ഠയ്ക്ക് കാരണമായി തീരും. You have that panic. Have you experienced that panic? That panic means without any reason you feel something is going to happen. That fear in you, it comes without any reason. You have that panic. ഒരു കാരണം കൂടാതെ attack, that is called panic attack. ഒരു കാരണവും കൂടാതെയുള്ള ഭയം, ഉത്കണ്ഠയും ഭയവും നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകുക. So phobic fear leads to panic attack. ഫോബിക് ഫിയറിൻ്റെ കാരണം നമുക്ക് അതുപോലെ ഭയത്താൽ നമുക്ക് ഹൃദയാഘാതം പോലും ഉണ്ടാകാം. See, I can understand this very clearly because in my childhood I have seen my father's asthma. He had asthma and I have seen him suffering. ഞാൻ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ എൻ്റെ പിതാവിന് ആസ്മയുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. And as I grew up, I had that phobic fear. Whenever something small, one congestion comes into my chest, I used to think, is it asthma? Is it asthma? Is it asthma? എൻ്റെ നെഞ്ചിനകത്ത് ചെറിയ ഒരു നെഞ്ചടച്ചതുപോലെ തോന്നിയാൽ ഉടനെ എനിക്ക് ആസ്മയാണോ എന്ന് ഞാൻ ചിന്തിച്ച് ഭയപ്പെടുമായിരുന്നു. And I got asthma. എനിക്ക് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ആസ്മയുണ്ടായി. And then I knew I had that panic. Whenever I had terrible asthma and I was hospitalized many times. എനിക്ക് ഭയങ്കരമായ ആസ്മ വരികയും ഞാൻ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. And whenever I have a small cold or fear, I used to get this panic attack. I used to fear, oh, now I'll have asthma, then I will be hospitalized. ഒരു ചെറിയ ജലദോഷപ്പനി വന്നാൽ പോലും ഞാൻ ആസ്മ വരുമോയെന്ന് ഭയപ്പെടുകയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തീരുമോയെന്ന് ചിന്തിച്ച് ആകുലപ്പെടാറുണ്ടായിരുന്നു. See, this phobic fear led to panic attacks and ultimately I had anxiety. Anxiety syndrome. It's a mental disease. ഈ തരത്തിലുള്ള ചിന്തകൾ കാരണം, അകാരണമായ ചിന്തകൾ മുഖാന്തരം എനിക്ക് ഭയങ്കരമായ ഭയമുണ്ടാകുകയും ഭയങ്കരമായ ഉത്കണ്ഠയ്ക്ക് ഞാൻ അടിമപ്പെടുകയും ചെയ്തു. Yes. So these are all our problems, consequences of rejection that can happen. തിരസ്കരണത്തിന്റെ അനന്തര ഫലങ്ങളാണ് ഇതൊക്കെയും. Understood? Amen. Okay, now it's time for Lord's Prayer. Lord's Prayer അല്ല, Lord's Table. ഇപ്പോൾ കർത്താവിൻ്റെ മേശയുടെ സമയമാണ്. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം.